question. Which of the following economist is called the father of economics? അപ്പൊ എക്കണോമിക്സിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഇത് ഇവിടെ ഇപ്പം മാൽത്തോസ്, റോബിൻസൺ, റിക്കാർഡോ, ആദം സ്മിത്ത് എന്ന പല പേരുകൾ തന്നിട്ടുണ്ട്. ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഇപ്പൊ ഒരുപാട് വലിയ വലിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ആദം സ്മിത്ത്. നമ്മളിപ്പോ കോമൺ ആയിട്ട് ഇന്ന് GDP ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒക്കെ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് പേപ്പറിൽ കാണുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ്. സോ ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നത്, ഈ കോൺസെപ്റ്റ് ഒക്കെ ആദ്യം കൊണ്ടുവന്നത് ആദം സ്മിത്ത് ആണ്. അതേപോലെ തന്നെ ലേസസ് ഫെയർ പോളിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ബിസിനസ് ആക്ടിവിറ്റിയിലുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ലേസസ് ഫെയർ പോളിസിയിലൂടെ അല്ലെങ്കിൽ ആ വേർഡ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ഇക്കോണമിയിൽ പല കൈൻഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട്. അതിലൊക്കെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരുമ്പോൾ, അതിലൊക്കെ ഗവൺമെന്റ്